പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡിസംബർ 15 തിങ്കളാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്, ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്.
കർത്താവേ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെർ എവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയം ഉണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ മധ്യസ്ഥ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ചയക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകാശമാണ് എന്ന സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഞാനത് ഒരു ആധ്യാത്മിക വിരുദ്ധാർത്ഥത്തിൽ പറയുകയല്ല. ഈ വേർഡ് മെൽട്ടിങ്, വചന ഉരുക്കം, അതായത് എന്നൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചില്ലേ. അതായത് മുട്ട ചൂടുകൊണ്ട് വിരിയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഐസ് താപമേൽക്കുമ്പോൾ ഉരുകുന്നു. അതുപോലെ വചനം, ദൈവസ്നേഹം ഏൽക്കുമ്പോൾ വചനം ഉരുകും. നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ വചനം ഉരുകാൻ തുടങ്ങും. ഉരുകി അലിഞ്ഞ് നമ്മുടെ നാവിലത് മധുരമായി പകരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് മത്തായിയുടെ സുവിശേഷം 6:32 വായിച്ചേ. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പം നമ്മുടെ ആവശ്യമാണെന്നുള്ള സ്വർഗീയ പിതാവ് അക്രെഡിറ്റ് ചെയ്തു. ഇത് നിസ്സാര കാര്യമല്ല. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അതാത് കാലത്തിൻ്റെ മാനവികതയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മാന്യതയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം. അതാണ് ഇത് എല്ലാം എന്ന് പറഞ്ഞ വായിക്കുകയാണ്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഈ വിഷയം അക്രെഡിറ്റ് ചെയ്തു, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ആവശ്യങ്ങളെ. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായി അത് നമ്മുടെ അവകാശമായി മാറും. പിതാവ് അംഗീകരിച്ചതല്ല നമ്മുടെ അവകാശം. അതിൻ്റെ സൂചന, അതായത് ഈ മക്കൾ എങ്കിൽ അവകാശികളാണ് എന്ന് പറയുന്നത് സെന്റ് പോളൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഇപ്പം നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുമെന്ന് പറയുമ്പോൾ പിതാവെന്നവിടെ ഈശോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മക്കളായി. മക്കൾ ആണെങ്കിൽ അവകാശികളാണെന്നുള്ളതും ആദിമസഭയുടെ ബോധമാണ്. പൊതുബോധം എന്നൊക്കെ പറയില്ലേ, ആദിമസഭയുടെ പൊതുബോധം. എന്താണ്? അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവകാശങ്ങളാണ്. ഇനി വരുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? കടമകൾ. അപ്പോൾ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായ അവകാശം പ്രാപിക്കാൻ വേണ്ടി സ്വാഭാവിക നീതി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? കടമകളാണ്. കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താ? 1 കൊറിന്ത്യർ 9:16 എടുത്തേ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പം ഇതിൻ്റെ അകത്തൊരു മെയിനായിട്ടുള്ള
കടമയെന്ന് പറയുന്നത് സുവിശേഷം ജീവിക്കുക, സുവിശേഷം കൈമാറുക എന്നുള്ളതാണ്. ഈ വിഷയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളെ ഒരു വ്യക്തി ദൈവാനുഗ്രഹം ഈസിയാക്കാനുള്ള, ലളിതമാക്കാനുള്ള ഏറ്റവും ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി നിർവഹിച്ച് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. എന്താണ് അത്? അതായത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എൻ്റെ കടമയാണ്. അതായത് എൻ്റെ വിഷയം വെച്ചാല് ഈ കടമ നമ്മൾ സ്നേഹത്തോടെ നിർവഹിച്ചു കഴിഞ്ഞാൽ, അതായത് സുവിശേഷ വിഹിതമായി ജീവിക്കുക, അത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും തുല്യമാണ്. സുവിശേഷം മറ്റുള്ളവർക്ക് കൈമാറുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നത് തുല്യമാണ്. സത്യം പറഞ്ഞാൽ ഈ വിഷയം ഒന്ന് കറക്റ്റ് ചെയ്താൽ മറ്റുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റാകും. ഓരോ ദിവസവും ഈ ഡെയിലി ബ്രെഡ് കൂടുന്നവരെ, അതുകൊണ്ട് മെച്ചമുണ്ടാക്കി നിങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി മാറണം. നിർഭാഗ്യവശാൽ ഇത്രയും സുവിശേഷ വേലകളെല്ലാം നടന്നതിന് ശേഷവും സുവിശേഷം ബോധപൂർവം കൈമാറുന്ന വളരെ 2% കത്തോലിക്കരെ നമ്മൾ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. ഇതാണ് സഭയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. നിങ്ങളെ കൂടുതൽ സുവിശേഷകരുണ്ടാകാനും സുവിശേഷം ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാകാനും അങ്ങനെ ദൈവത്തിരുസന്നിധി അനുഗ്രഹങ്ങൾക്കും അവകാശങ്ങൾക്കും യോഗ്യമാകാനും ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങളുടെ അവകാശങ്ങളാണ്. അവകാശം പ്രാപിക്കാൻ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി സുവിശേഷ വേല ചെയ്യാനും സുവിശേഷം ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.